റിപ്പിൾസ് ഓഫ് ട്രോമ എന്ന ഈ സീരീസിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഘാതം ഒരു വ്യക്തിയെ പലതരത്തിൽ, അതായത് ശാരീരികമായും മാനസികമായും വൈകാരികമായും പെരുമാറ്റപരമായും സ്വാധീനിക്കുന്നു. ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ ആഘാതത്തെ തിരിച്ചറിയാനും ശരിയായ പിന്തുണ ലഭിക്കുന്നതിനും ഇടയാകും. ആഘാതം ശാരീരികമായി പ്രകടമാകാം. അതിലാദ്യത്തേതാണ് വേദനകൾ. സ്ഥിരമായ വേദന ആഘാതത്തിൻ്റെ ഒരു സാധാരണ ലക്ഷണമാണ്. ഉദാഹരണത്തിന്, ഒരു വാഹനാപകടം സംഭവിച്ച ഒരു വ്യക്തി ഡോക്ടർമാർക്ക് കൃത്യമായി കാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിലും സ്ഥിരമായി നടുവേദനയുമായി മല്ലിടുന്നു. തളർച്ചയാണ് മറ്റൊരു ലക്ഷണം. മിതമായി ഉറക്കം ലഭിച്ചിട്ടും ആഘാതകരമായ ഒരു സാഹചര്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി ക്ഷീണം അനുഭവിക്കുന്നു. നിദ്ര പ്രശ്നങ്ങൾ, പേടി സ്വപ്നങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവയും ആഘാതത്തിൻ്റെ ഒരു സാധാരണ ലക്ഷണമാണ്. വിശപ്പിലും മാറ്റം സംഭവിക്കാം. ഒരു ട്രോമാറ്റിക് സിറ്റുവേഷന് ശേഷം ഒരു വ്യക്തി അമിതമായി ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണത്തോട് താല്പര്യം കുറയുകയോ ചെയ്യാം. ഇത് മാത്രമല്ല, സ്ഥിരമായ തലവേദന, തലകറക്കം എന്നിവയും ആഘാതത്തിൻ്റെ ശാരീരിക ലക്ഷണമായി നമുക്ക് കണക്കാക്കാം. ആഘാതം വൈകാരികമായി ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. അതിലാദ്യത്തേതാണ് വിഷാദം. വിഷാദം ഒരു നിരന്തരമായ ദുഃഖമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. കോപം, വൈകാരികമായ മരവിപ്പ്, മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്, ലജ്ജ, കുറ്റബോധം എന്നീ വികാരങ്ങളും സാധാരണമാണ്. ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് എബിലിറ്റിയെയും ട്രോമ അഫക്റ്റ് ചെയ്യുന്നു. അതായത് ഫ്രീക്വൻ്റായ ഇൻട്രൂസീവ് തോട്ട്സ്, മെമ്മറി ഇഷ്യൂസ്, കോൺസെൻട്രേഷനുള്ള ബുദ്ധിമുട്ട്, ചില കൺഫ്യൂഷൻസ്, ഇതെല്ലാം ട്രോമയുടെ സാധാരണ ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന്, ജോലി സ്ഥലത്തുണ്ടായ ഒരു ആഘാതത്തിന് ശേഷം ഒരു വ്യക്തിക്ക് ഡെയിലി ടാസ്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ആ ഇൻസിഡൻറ്റിനെ മനസ്സിൽ പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നു. ഒരാഘാതം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. അവോയ്ഡൻസ്, ഹൈപ്പർ വിജിലൻസ്, സോഷ്യൽ വിഡ്രോവൽ, സബ്സ്റ്റൻസ് അബ്യൂസ് പോലുള്ള സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ട്രോമയുടെ ഭാഗം തന്നെയാണ്. ഡിസസോസിയേഷനും ഫ്ലാഷ് ബാക്സുമാണ് മറ്റുള്ള സിംറ്റംസ്. ഡിസസോസിയേഷനിൽ ഒരു വ്യക്തി തന്നിൽ നിന്നും തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. എന്നാൽ ഫ്ലാഷ് ബാക്സിലാകട്ടെ ആ വ്യക്തി അതേ ട്രോമാറ്റിക് ഇൻസിഡൻറ്റിൽ വീണ്ടും ജീവിക്കുന്നതായാണ് അനുഭവപ്പെടുന്നത്. ഈ ലക്ഷണങ്ങളെല്ലാം തിരിച്ചറിയുന്നതാണ് രോഗശാന്തിയുടെ ആദ്യപടി. ആഘാതം ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുമെങ്കിലും ഉചിതമായ പിന്തുണയും ചികിത്സയും ആ ജീവിതങ്ങളെ വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് us ടുഡേ. അടുത്ത വീഡിയോയിൽ PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.